വാഴലു അല്ലെങ്കിൽ വാഴ 2 വാഴ 2 എന്നുള്ള പേരിൽ തന്നെയാണ് തെലുങ്കിൽ ഇറങ്ങിയിരിക്കുന്നത്. നമ്മുടെ ചെക്കന്മാര് തെലുങ്ക് ഹൈദരാബാദിലുള്ള ദേവി തിയേറ്റർ ഒരു പ്രത്യേകത എന്തെന്നാൽ RTC ക്രോസ് റോഡ് എന്ന് പറയുന്ന ഈ സിനിമയുടെ പൾസ് അറിയുന്ന ഒരു ഏരിയ എന്നാണ് RTC ക്രോസ് റോഡ് അറിയപ്പെടുന്നത്. അവിടെയുള്ള ഒരു മെയിൻ തിയേറ്ററാണ് ദേവി 70mm എന്ന് പറയുന്നത്. ദേവി 70mm പുതിയ ഒരു റെനോവേഷൻ ഒക്കെ കഴിഞ്ഞ് തിരികെയാണ്. അതായത് 83 ഫീറ്റ് 83 അടിയുള്ള 4K ലേസർ പ്രൊജക്ഷനാണ് ഇപ്പോൾ ദേവി തിയേറ്ററിലുള്ളത്. 12 ചാനൽ ഡോൾബി അറ്റ്മോസ് ആണ് ഇവിടുത്തെ സൗണ്ട് വരുന്നത്. ടിക്കറ്റ് റേറ്റ് എത്രയാണെന്നറിയോ? 50 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ 50 രൂപയ്ക്ക് കിട്ടുന്ന ടിക്കറ്റ് ഇങ്ങനത്തെയാണ്. വാഴ 2 ബയോപിക് ഓഫ് എ ബില്യൺ ബോൺസ്. ഓക്കെ, ഇതാണ് 83x34 ഫീറ്റ് വരുന്ന ഹ്യൂജ് സ്ക്രീൻ. ഇതാണ് ദേവി തിയേറ്റർ നമുക്ക് ഓഫർ ചെയ്യുന്നത്. അതുകൂടാതെ ഇവിടുത്തെ ഡോൾബി അറ്റ്മോസ് 12 ചാനലാണ്. മൊത്തം 1034 സീറ്റാണ് ദേവി തിയേറ്ററിലുള്ളത്. അത് 50, 100, 150 എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് വരുന്നത്. ആക്ച്വലി 83 ഫീറ്റ് ഉള്ള ഒരു ഹ്യൂജ് സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാൽക്കണി ടിക്കറ്റാണ് എടുക്കേണ്ടത്. പക്ഷെ 50 രൂപ ടിക്കറ്റ് ഉള്ള ഒരു തിയേറ്റർ ആയതുകൊണ്ട് തന്നെ 50 രൂപയുടെ സീറ്റും ഉണ്ട്. ബാക്കി 50 രൂപ ഉള്ള ഒരുപാട് തിയേറ്റേഴ്സ് RTC ക്രോസ് റോഡിലുണ്ട്. പക്ഷെ ഇതുപോലെ അതായത് കുഷ്യനുള്ള 50 രൂപ സീറ്റ് ഓഫർ ചെയ്യുന്ന ഒരേ ഒരു തിയേറ്ററും ദേവി തിയേറ്റർ തന്നെയാണ്. 50 രൂപ ടിക്കറ്റാണ് ഞാൻ എടുത്തത്. കാരണം 50 രൂപ ടിക്കറ്റ് എടുത്താൽ എങ്ങനെയാണ് നമ്മുടെ വ്യൂ എന്നറിയാൻ വേണ്ടി. ഇവിടെ നോക്കുമ്പോഴേ മനസ്സിലായത് 100 രൂപയുടെ സീറ്റുകൾ പുതിയതാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും മിഡിലായിട്ടിരുന്നതാണ്. അപ്പോൾ മിഡിൽ നിന്നപ്പോൾ ഇവർ ഒരുപാട് റെനോവേഷനൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ്, ഇങ്ങനെ ഒരു തിയേറ്റർ ആദ്യമായിട്ട് കാണുന്നത്. അവിടെ ആളുകൾ മുറുക്കി തുപ്പിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു നാടിൻ്റെ അവിടുത്തെ ഒരു ആൾക്കാരുടെ സിവിക് സെൻസ് എങ്ങനെയാണോ അതുപോലെയാണ് അവിടുത്തെ തിയേറ്റർ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ 50 രൂപ ടിക്കറ്റ് എടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതുപോലുള്ള നെഗറ്റീവായിട്ടുള്ള ഈ തിയേറ്ററിൻ്റെ ഓരോരോ നെഗറ്റീവ് എന്ന് പറയുന്നത് ആ മിഡിലിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴേക്കുള്ള ആ ഒരു സ്റ്റെയർ കേസും ആ സ്റ്റെയർ കേസിൽ കാറ് തുപ്പിയിട്ടിരിക്കുന്നതാണ്. അതല്ലാതെ കിഡിലൻ സ്ക്രീനാണ്. ബാർക്കോയുടെ SP4K 55B RGB ലേസർ പ്രൊജക്ഷനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ക്ലാരിറ്റി എന്ന് പറയുന്നത് ഒന്നും പറയാനില്ല. 50 രൂപ ടിക്കറ്റിന് എന്തുകൊണ്ടും വർത്തായിരുന്നു. వాసన అదిరిపోయింది. ఒరే ఎల్లుడు నేను చెప్తున్నాను కదా నాకు ఖచ్చితంగా తమ్ముడు ఎప్పుడతాడు. అవును నాకు కూడా బెడ్ వేసుకుందామా? వేసుకుందాం. అయినా నా తమ్ముడు కన్నా అందంగా ఉంటాడు. చూడ్డానికి నాలా కానీ వీడు మాత్రం వీడ తాతయ్యకి వచ్చిలా ఉన్నాడు. ദേവി തിയേറ്ററിന്റെ മൊത്തം സ്പെക്സ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ സ്ലൈഡ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ലേറ്റസ്റ്റ് സ്പെക് ഉള്ള 83 ഫീറ്റ് ഉള്ള ഒരു ഹ്യൂജ് സ്ക്രീനുള്ള ദേവി തിയേറ്ററിന്റെ സ്റ്റാർട്ടിംഗ് ടിക്കറ്റ് എന്ന് പറയുന്നത് 50 രൂപയാണ്. ഞാൻ പോയപ്പോൾ 50 രൂപയായിരുന്നു. ഇപ്പോൾ അത് 55, 105, 175 എന്നുള്ള രീതിയിൽ മാറ്റിയിട്ടുണ്ട്. എന്നാൽ പോലും ലാഭമല്ലേ? ഈ സ്പെക്ക് നോക്കുക, സ്ക്രീൻ സൈസ് നോക്കുക, ടിക്കറ്റ് റേറ്റ് നോക്കുക. അതാണ് ദാറ്റ്സ് ഹൈദരാബാദ് ഫോർ യു. അതായത് സിനിമ എന്ന് പറയുന്നത് ഒരു ആഘോഷമാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ മാക്സിമത്തിൽ എൻജോയ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന തിയേറ്ററുകളാണ് ഹൈദരാബാദ് ഉള്ളത്. ലേറ്റസ്റ്റ് ടെക്നോളജിയും കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ തിയേറ്റേഴ്സിലുണ്ടെങ്കിലും ഇവരുടെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 50 രൂപ, 100 രൂപ, 150 രൂപ ഈ റേഞ്ചിലൊക്കെ ഉള്ളൂ. 200 രൂപയിൽ കൂടുതൽ പോകുന്നില്ല. ഒരു കിങ് സൈസ് ഓഡിറ്റോറിയം 1000, 1200 ആളുകളൊക്കെയുള്ള 4K ലേസർ ബാർക്കോഡ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊജക്ടർ, 12 ചാനൽ ഡോൾബി അറ്റ്മോസ് ഇതെല്ലാം ഉണ്ടെങ്കിലും 50 രൂപ ഉണ്ടെങ്കിൽ പോലും നമുക്ക് സിനിമ എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് നോർമൽ തിയേറ്ററിനെ കുറിച്ച് 4K ലേസർ അറ്റ്മോസ് ഉള്ള നോർമൽ തിയേറ്ററാണ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് ഫോർമാറ്റുകൾ, അതായത് PLF പ്രീമിയം ലാർജ് ഫോർമാറ്റുകളാണെന്നുണ്ടെങ്കിൽ ഹൈദരാബാദിൽ IMAX ഒഴികെ ബാക്കി എല്ലാ പ്രീമിയം ലാർജ് ഫോർമാറ്റും ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി IMAX ഏറ്റവും അധികം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ സിറ്റികളിലൊന്നാണ് ഹൈദരാബാദ്. IMAX റോഡ് എന്നാണ് ഇപ്പോഴും പ്രസാദ് തിയേറ്ററുള്ള അത് അറിയപ്പെടുന്നത്. പക്ഷേ നിലവിൽ ഇപ്പോൾ IMAX അല്ല, അവിടെ PCX ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ക്രീൻ ആയിട്ടുള്ള 100 അടിയുള്ള സ്ക്രീൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ക്രീൻ എന്നറിയപ്പെടുന്ന 100 അടിയുള്ള PCXൽ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 295 ആണ്. AAA സിനിമാസിൽ
ഇന്ത്യയിലെ ആദ്യത്തെ എപ്പിക് ലക്സോൺ തിയേറ്റർ ഉണ്ട്. എപ്പിക് ലക്സോൺ തിയേറ്ററിൽ ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറക്കില്ല, അജാതി ക്ലാരിറ്റിയാണ്. എപ്പിക് ലക്സോണിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ഉടനെ തന്നെ ഇടുന്നുണ്ട്. അല്ലു അർജുൻ പുതിയ ഡോൾബി സിനിമ ഹൈദരാബാദിന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം മാക്സിമം ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 295 ഇവിടെ നമ്മുടെ ഈ കൊച്ചിയിലുള്ള PVR ഇപ്പോൾ ദൃശ്യം 2 ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. ദൃശ്യം 3യുടെ ബുക്കിങ്ങിന് 390 രൂപയാണ് ഒരു നോർമൽ 4K ലേസർ ആണെന്നുണ്ടെങ്കിലും 7.1 സറൗണ്ട് ഉള്ള ഒരു സ്ക്രീനിന് PVR ചാർജ് ചെയ്യുന്നത് 390 രൂപയാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് വരുന്നത്. പക്ഷേ ഹൈദരാബാദ് എന്ന് പറയുന്നത് ഒരു സിനിമ ആസ്വാദകനെ സംബന്ധിച്ച് വളരെ നമ്മൾ മുടക്കുന്ന കാശുണ്ടല്ലോ, ആ കാശിന് വെർത്തായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിറ്റിയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളൊരു സിനിമാ ഭ്രാന്തനാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹൈദരാബാദിൽ ഒരു ട്രിപ്പ് പോകണം. ഹൈദരാബാദിൽ ഞാൻ പറയുന്ന കുറച്ച് തിയേറ്റേഴ്സ് ഉണ്ട്, ഇഷ്ടം പോലെ തിയേറ്റേഴ്സ് ഉണ്ട് ഹൈദരാബാദിൽ. പക്ഷേ ചില തിയേറ്റേഴ്സ് ഉണ്ട്, ചില തിയേറ്റേഴ്സിൻ്റെ ചില സ്ക്രീനുകൾ അവിടെയുള്ള ആ ഒരു ഫോർമാറ്റ്, അവിടെ ഏത് സിനിമയാണെന്നുണ്ടെങ്കിലും ഞാൻ മൈക്കിൾ എന്ന് പറയുന്ന സിനിമ 8 തവണയാണ് കണ്ടത്. കാരണം വേറെ സിനിമ ഉണ്ടാവില്ല, ഈ എല്ലാ ഫോർമാറ്റിലും മൈക്കിൾ തന്നെയായിരിക്കും. പക്ഷേ മൈക്കിൾ ഒരു ആവറേജ് ഫിലിം ആണെങ്കിൽ പോലും നമ്മളിതിന് കണ്ടിന്യൂസ് വേറെ ഫോർമാറ്റ് കാണുമ്പോൾ ഓരോ തിയേറ്ററിലും ഓരോ സ്ക്രീനിലും കാണുന്നതും വ്യത്യസ്തമായിട്ടായിരിക്കും വരുന്നത്. സോ ദേവിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ദേവിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വാഴ 2 എന്ന് പറയുന്ന സിനിമ തെലുങ്കിൽ ഡബ് ചെയ്തിട്ടാണ് അവിടെ കളിച്ചുകൊണ്ടിരുന്നത്. ആക്ച്വലി നല്ല ഡീസൻറ്റ് ഡബിങ് കാര്യങ്ങൾ വരും, നമ്മൾ ഓൾറെഡി കണ്ട പടമായിട്ട് മനസ്സിലാവും. പിന്നെ തെലുങ്ക് ഓഡിയൻസ് അവരുടെ കാര്യം എടുത്ത് തന്നെ പറയണം. കാരണം നമുക്കറിയാം ഹാഷർ അങ്ങനെയുള്ള ഒരു ഫേസ് വാല്യൂ ഒന്നുമില്ല. അതായത് കേരളത്തിലെ കാര്യമല്ല, ഇവരുടെ സിനിമ തെലുങ്കിൽ ഡബ് ചെയ്ത് പോകുമ്പോൾ ഇവർക്ക് കാര്യമായിട്ടുള്ള ഫേസ് വാല്യൂ കാര്യങ്ങളൊന്നും തെലുങ്ക് ആ ദേശത്തില്ലല്ലോ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സിനിമയാണെന്നുണ്ടെങ്കിലും ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ട്. പിന്നെ വാഴ 2 എന്ന് പറയുന്നത് ഏതൊരു അത്യാവശ്യം ഹോൾഡുള്ള ഇൻഫ്ലുവൻസ് ഉള്ള ഏതൊരു പ്രൊഡ്യൂസറാണെന്ന് തോന്നുന്നു അവിടെ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. കാരണം എല്ലാ മെയിൻ തിയേറ്ററിലും ഈ പറയുന്ന വാഴ 2 ഡബ് വേർഷൻ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ദേവി പോലുള്ള ഒരു തിയേറ്ററിൽ അതോടെ വരില്ല. ദേവി മാത്രമല്ല, ഗൂഗിൾ അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ള ആ സമയത്ത് ഞാൻ അവിടെ കണ്ടുള്ള മെയിൻ ആയിട്ടുള്ള കുറേ സ്ക്രീനുകളിലെല്ലാം വാഴ 2 അവിടെ ഉണ്ടായിരുന്നു, ചാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രോപ്പർ ചാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കൾച്ചറൽ ഡിഫറൻസ് കൊണ്ടാണ് ഈ വാഴ 2 കാണിക്കുന്ന കുറേ സംഭവങ്ങളൊന്നും തെലുങ്ക് ഓഡിയൻസിന് ഇങ്ങനെ പ്രോപ്പറായിട്ട് കണക്ട് ആയിട്ടില്ല. സിനി ഫൈൽസിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, സിനി ഫൈൽസ് വാഴ 2 പോലുള്ള പടങ്ങളൊക്കെ കാണുന്നവരാണ്. പക്ഷേ അവിടുത്തെ മെയിൻ ഓഡിയൻസിനൊന്നും ഇതുപോലെ ഒരു കണക്ഷൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഒരു വലിയ ഹിറ്റിലേക്ക് പോയിരുന്നത്. കാരണം ഒരാഴ്ചയാണ് പ്രോപ്പറായിട്ട് അവിടെ ഓടിയുള്ളൂ. പക്ഷേ പടം കാണാൻ ആളുണ്ട്. പിന്നെ ഒരു വലിയ ഫേസ് വാല്യൂ കാര്യങ്ങളൊന്നും അവർക്ക് നിർബന്ധമൊന്നുമില്ല. പടം എൻ്റർടൈൻ ആണെന്നുണ്ടെങ്കിൽ അവർ കണ്ടിട്ട് കാണും, ആസ്വദിക്കും. പിന്നെ മലയാളത്തിലെ പോലെ തന്നെ ഏറ്റവും നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുള്ള ഒരു സീനായിരുന്നു ഹാഷർ. ആ ലവർ ആരാന്ന് ചോദിക്കുമ്പോൾ ഹാഷർ എണീച്ചിരിക്കുന്ന സീക്വൻസിലൊക്കെ ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇവിടുത്തെ ഓഡിയൻസും അടിപൊളിയാണ്. അവർക്ക് ഇങ്ങനെ പാർഷ്യാലിറ്റി ഒന്നുമില്ല, ഇന്ന സിനിമയാണ് ഡബ്ബിങ് സിനിമയാണ് അങ്ങനെയൊന്നുമില്ല. അവരെ എൻ്റർടൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ടിക്കറ്റ് കൊടുക്കാനുള്ള ആ ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രോപ്പറായിട്ട് കിട്ടാനുള്ള കിഡിലൻ തിയേറ്ററും അവിടെയുണ്ട്. 50 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനീ പറഞ്ഞത് ദേവിയിലെ കാര്യമാണ്. ദേവിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 83 ഫീറ്റ് സ്ക്രീനാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം. എനിക്ക് തോന്നുന്നു കേരളത്തിൽ 83 ഫീറ്റുള്ള ഒരു സ്ക്രീൻ ഇല്ല എന്ന് തോന്നുന്നു. അത്രയും വലിയ സ്ക്രീനിലാണ് 50 രൂപ വരെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നത്. പിന്നെ വിമൽ 70mm എന്ന് പറയുന്ന ഒരു തിയേറ്റർ ഉണ്ട്, അത് മൈത്രി മൂവി മേക്കേഴ്സാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വിമലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു എ ക്ലാസ് കിഡിലൻ തിയേറ്ററാണ്. ഒരു മൾട്ടിപ്ലക്സ് വൈബും കാര്യങ്ങളൊക്കെ ആണ്. ഞാൻ ഈ പറഞ്ഞ ദേവിക്ക് എത്രയൊക്കെ പറഞ്ഞാലും തിയേറ്ററിനകത്ത് ഇവരുടെ സ്പെക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയാണെന്നുണ്ടെങ്കിലും ഈ തിയേറ്ററിന് ചെറിയൊരു എന്താ പറയുക, ഒരു സ്റ്റാൻഡേർഡ് കുറവ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷേ വിമൽ 70mm എന്ന് പറയുന്ന തിയേറ്റർ അങ്ങനെയല്ല. അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഹൈദരാബാദിലുള്ള പ്രീമിയം തിയേറ്റേഴ്സ് ആയിട്ടുള്ള AAA, അതല്ലെങ്കിൽ AMB, അല്ലെങ്കിൽ ART, അല്ലെങ്കിൽ പ്രസാദ്, ഇവിടേക്കുള്ള തിയേറ്ററിന് ആ സ്ക്രീൻ പോലെ തന്നെ തോന്നുകയുള്ളൂ. പക്ഷേ അവിടെയും 50 രൂപ ടിക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ മാസം മുതൽ, മെയ് മാസം മുതൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. 50 എന്നുള്ളത് 55 അതല്ലാന്നുണ്ടെങ്കിൽ 75 അങ്ങനെ എന്തൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ മെയ് 1-ാം തീയതി വരെ ഞാനവിടെ ഉണ്ടായിരുന്നു. മെയ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല. എന്നാൽ പോലും 200 രൂപയ്ക്ക് മുകളിലേക്ക് ഇതിലേക്ക് ആലോചിച്ച് നോക്കുക. 200 രൂപയുടെ മുകളിലേക്ക് ടിക്കറ്റ് പ്രൈസ് ഇല്ല. ഇപ്പം നമ്മളുടെയൊക്കെ ഓൾമോസ്റ്റ് എല്ലാ തിയേറ്ററിലും, ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വനിതാ തിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ 200 രൂപയാണ് മിനിമം പ്രൈസ്. ഇനിയിപ്പോൾ ദൃശ്യം 3 വരുമ്പോൾ കൂടുമോ അറിയില്ല. വനിതയിലേക്ക് പോയിട്ട് കുറേ കാലമായി. കാരണം ഞാൻ ഉപയോഗിക്കുന്ന ഓഫേഴ്സ് കൂടുതലായിട്ട് PVR പാസ്പോർട്ട്, കോമ്പസ് തുടങ്ങിയ കാര്യങ്ങൾ, ഞാൻ ഉപയോഗിക്കുന്ന ഓഫേഴ്സും കാര്യങ്ങളൊക്കെ PVR തിയേറ്ററിൽ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ട് വനിതയിലേക്ക് പോയിട്ട് കുറേ കാലമായി. ദേവി തിയേറ്ററിനെ കുറിച്ച് പറഞ്ഞ് വന്ന് വേറെ എവിടെയൊക്കെയാണ് എത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ. കിഡിലൻ തിയേറ്ററുകളാണ് ഹൈദരാബാദ്. നിങ്ങളൊരു സിനിമാ പ്രാന്തനാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും പോകേണ്ട ഒരു സ്ഥലമാണ് ഹൈദരാബാദ്. അവിടെയുള്ള ഭക്ഷണം പോലെ തന്നെ എല്ലാ തിയേറ്റേഴ്സും എൻജോയ് ചെയ്യണം, വർത്താണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിമൽ 70mm, മൈത്രി മൂവി മേക്കേഴ്സാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. വിമൽ 70mm വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.